മുണ്ടമ്പേലിയിൽ ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കുറച്ച് 86 ഫ്ലാറ്റ് പണിത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കോളനിയിൽ, ഗാന്ധിനഗർ കോളനിയിൽ താമസിച്ചിരുന്ന 86 ഫാമിലി അവിടെ കൊണ്ടുപോയി. അവർ നിരന്തരം വിളിക്കായിരുന്നു, പണിത് അന്ന് മുതൽ ചോർച്ചയാണ്, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല. പക്ഷേ അന്നൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഒരു ദിവസം അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടുത്തെ അസോസിയേഷൻ്റെ ഒരാൾ എന്നെ വിളിച്ചു. ഞാനവിടെ പോലീസിനെ അറിയിച്ചു, GCDയിൽ എഞ്ചിനീയർമാരെ അറിയിച്ചു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരാൾ മരിച്ചിട്ട് 3 ദിവസത്തിന് ശേഷമാണ് അയാൾ മരിച്ചത് പോലും അവിടെ അടുത്ത റൂമുകാർ പോലും അറിയുന്നത്. അത് എങ്ങനെ തൊട്ട് താഴെ താമസിക്കുന്ന വീടുകളിലേക്ക് ചുമരിലൂടെ രക്തം വാർന്നൊഴുകിയപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വാർത്ത വൈറലാവുകയും അതിനെ തുടർന്ന് ഒരു പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ അത് നിർമ്മിച്ച ചീഫ് എൻജിനീയറിനെ ഓംബുഡ്സ്മാൻ വിളിച്ച് സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ 6.5 കോടി രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ എന്നാണ് അവർ മൊഴി കൊടുത്തതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഈ 6.5 കോടി കഴിഞ്ഞിട്ട് 18 കോടി രൂപയാണ് മൊത്തം ചിലവാക്കിയിരിക്കുന്നത്. ബാക്കി 11.5 കോടി എവിടെയെന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് അത് കൺസ്ട്രക്ഷൻ കമ്പനി കൊണ്ടുപോയി. ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുത്തതാര്, അതിലെത്ര കോടി രൂപ ഇവരെല്ലാവരും പൊട്ടടിച്ചിട്ടുണ്ട്, എത്ര പേര് ഇതിൽ GCയുടെ ചെയർമാനും സെക്രട്ടറിക്ക് അടക്കം കിട്ടില്ല. അല്ലെങ്കിൽ ഇതിന് ഈ 11.5 കോടി രൂപ അഴിമതി നടത്തിയെന്ന് ആ എഞ്ചിനീയർ സമ്മതിച്ച സ്ഥിതിക്ക് 11.5 കോടി എവിടെ, ആരാണ് ഈ ഒരു ദർഗാസ് പരസ്യം പോലും ചെയ്യാതെ ഒരു കൺസ്ട്രക്ഷൻ, തൃശ്ശൂരുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അവർ പേര് വിവരങ്ങളെല്ലാം അടുത്ത വാർത്തയിൽ നമ്മൾ തീർച്ചയായിട്ടും വെളിപ്പെടുത്തുന്നതാണ്. ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എന്തിന് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അവിടെ 86 വീട്ടുകാർ ഇപ്പോൾ ദുരിതത്തിലാണ്.